ഒരു ഗീതം ഇങ്ങനെയാണ്: ഓ ഭാഗ്യകാരണമായ അപരാധമേ, ഇത്ര മഹാനായ ഒരു രക്ഷകനെ നീ ഞങ്ങൾക്ക് നേടിത്തന്നല്ലോ. ഓ ഭാഗ്യകാരണമായ പാപമേ, നീ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു രക്ഷകനെ നേടിത്തന്നല്ലോ. അപ്പൊ ഈ പാപം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ രക്ഷകൻ വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്നാ പിന്നെ ഡിവൈൻ സെന്റർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഗുഡ്നസ് TV, ഡിവൈൻ TV ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോ പാപം ഉണ്ടായത് കൊണ്ടല്ലേ രക്ഷകൻ വന്നത്. ഇനി ഇതിന് തലയിൽ വെച്ച് ചിന്തിച്ചോ? കുറെ നാൾ ചിന്തിക്കാനുള്ള വകുപ്പുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് കണ്ണടച്ച് നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ നമ്മുടെ പാപങ്ങൾക്കെല്ലാം കർത്താവ് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് കുമ്പസാരത്തിന് ഒരുങ്ങാം. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ കർത്താവ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പദ്ധതി. ഇപ്പോൾ കുമ്പസാരത്തിന് അച്ഛന്മാരെ ഒരുങ്ങിയിരിക്കുന്നു. എവിടെയാ അച്ഛൻ ഇരിക്കണേന്ന്? ഈ ചാപ്പലിൽ. അപ്പോൾ കുറച്ച് പേര്, എനിക്ക് തോന്നുന്നത് സഹോദരിമാരെ അങ്ങ് കുമ്പസാരിക്കാൻ ആദ്യം പോയാലോ? അപ്പോൾ അച്ഛന്മാരവിടെ, സഹോദരന്മാര് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വേഗം വന്ന് കുമ്പസാരിക്കുക. കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കാൻ പോവുക. 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ 2 മണിക്കോ കൂടി വന്നാൽ 2:30-ക്ക് 2 മണിക്ക് നമ്മളിവിടെ ഗാന ശുശ്രൂഷയൊക്കെ ആരംഭിക്കും. അപ്പോഴും കുമ്പസാരം തുടരുന്നുണ്ടെങ്കിൽ തുടരാം കേട്ടോ. അതുകൊണ്ട് ആദ്യം സഹോദരിമാര് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് കുമ്പസാരിക്കാൻ പോവുക. സഹോദരന്മാര് ഇപ്പോൾ കുറച്ച് പേര് ഭക്ഷണം കഴിക്കാൻ പോകാം. അല്ലെങ്കിൽ സഹോദരന്മാരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകാൻ, കുമ്പസാരിക്കാൻ സഹോദരിമാർ പോകും. അവർ കുമ്പസാരിക്കുമ്പോഴേക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ച് വേഗം കുമ്പസാരിക്കാൻ വരിക. ഓക്കെ, താങ്ക് യു.